വർഗീയത ആളിക്കത്തിച്ച് വോട്ട് വാങ്ങാൻ കേരളത്തിൽ CPM ഏറ്റെടുത്ത് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഹൈന്ദവ സമുദായം വർഗീയവാദികളല്ല. മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിൽ ഒരു ബന്ധവുമില്ല. BJPക്ക് ഒരു പാർലമെന്റ് MP പോലും കേരളത്തിൽ നിന്ന് ഉണ്ടാക്കി കൊടുത്തത്, പൂരം കലക്കിയിട്ട് ഉണ്ടാക്കി കൊടുത്തത് പിണറായിയാണ്. പോലീസ് ഡിപ്പാർട്ട്മെന്റ് പൂർണ്ണമായും BJPക്ക് അടിയറ വെച്ചിരിക്കുന്നു. UDFിൽ ഒരു തർക്കം ഉണ്ടാക്കണ്ട എന്ന് കരുതി ഞങ്ങൾ നിശബ്ദത പാലിക്കുകയാണ്. അല്ല, മരുമോനാണല്ലോ. ഞങ്ങൾ പറഞ്ഞത് കേരളത്തിൽ ഇത്തരം സംഭവം നടക്കുമ്പോൾ PWD മിനിസ്റ്ററെ മാറ്റി നിർത്തിയത് ശരിയല്ല. സ്ത്രീ പുരുഷ ബന്ധത്തിലുള്ള അതിർവരമ്പുകൾ അത് ലംഘിക്കപ്പെടാൻ പാടില്ല എന്നുള്ളത് മുസ്ലിം ലീഗിന് നിർബന്ധമുണ്ട്. മൊത്തത്തിലൊരു സംസാരം, മുസ്ലിം ലീഗിന് 27 സീറ്റല്ല, ഇതിലധികം സീറ്റ് മത്സരിക്കാനുള്ള അർഹതയുണ്ട് എന്നൊരു ചർച്ചയൊക്കെ ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് കഴിഞ്ഞ വർഷത്തെ സീറ്റ് തന്നെ മതി എന്ന് ലീഗ് തീരുമാനിക്കുന്നത്? അല്ല, കൂടുതൽ സീറ്റിന് അർഹതയുണ്ട് എന്ന് പൊതുസമൂഹം ഒക്കെ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ മുന്നണിയിൽ എൻ്റെ പരസ്പര വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകുന്നിടത്ത് നമ്മൾ അത്തരം വിലപേശലുകൾ നടത്തുന്നത് ശരിയല്ല. മുന്നണിയുടെ ഏറ്റുറപ്പിനും ഭദ്രതയ്ക്കും അനുസരിച്ച് ആവശ്യമായ വിട്ടുവീഴ്ചകൾ ചെയ്യാമെന്ന് മുസ്ലിം ലീഗ് നേരത്തെ എടുക്കുന്ന തീരുമാനം ആ വിട്ടുവീഴ്ചയുടെ ഭാഗമാണ്. ആദ്യഘട്ടത്തിലൊരു ചർച്ച ഉണ്ടായിരുന്നില്ല 30 സീറ്റിന് വേണ്ടി തന്നെ മുന്നണിക്കുള്ളിൽ? അല്ല, അത് നിങ്ങൾ ഉണ്ടാക്കുന്നതാണ്, മാധ്യമങ്ങൾ ഉണ്ടാക്കിയ ചർച്ചയാണ്. ഞങ്ങളങ്ങനെ ചർച്ച ഉണ്ടാക്കിയില്ല. കൂടുതൽ സീറ്റ് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ 140 സീറ്റിൻ്റെ എണ്ണം കൂടിയിട്ടില്ല. അതുകൊണ്ട് മറ്റ് പുതിയ കുറേ ഘടകങ്ങൾ, ഇപ്പോൾ ജാനുവിൻ്റെ പാർട്ടി, അതുപോലെ അൻവർ, അതുപോലെ പലരും വരാമെന്ന് മാണി കോൺഗ്രസിൻ്റെ ഒരു വിഭാഗമൊക്കെ വരുന്നു എന്നുള്ള ചർച്ചകളൊക്കെ നടന്നപ്പോൾ സ്വാഭാവികമായും ഞങ്ങൾ കൂടുതൽ സീറ്റുകൾ ചോദിച്ച് മുന്നണിക്ക് ഇപ്രാവശ്യം ഒരു ബുദ്ധിമുട്ടുണ്ടാക്കണ്ട എന്ന് കരുതി വിട്ടുവീഴ്ചയുടെ സ്വഭാവത്തിലാണ് വേണ്ടെന്ന് വെച്ചത്. അത് മാത്രമാണോ, അതായത് ഒരു സാമൂഹ്യ അന്തരീക്ഷം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ മുസ്ലിങ്ങൾ കൂടുതൽ ചോദിക്കുന്നു, എന്തോ എല്ലാ കാര്യങ്ങളും മുസ്ലിങ്ങൾ കൈയടക്കുന്നു എന്നൊരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നില്ല. വെള്ളാപ്പള്ളി നടേശൻ തുടങ്ങി വെച്ചതും ഇത് CPM തന്നെയുള്ള ആളുകൾ, അപ്പം UDF അധികാരത്തിൽ വന്നാൽ ജമാഅത്തെ ഇസ്ലാമിയാണ് ഭരിക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു ചർച്ച സമൂഹത്തിൽ ഉണ്ടാക്കി വെക്കുകയും അത് ഒരു സമ്മർദ്ദമായിട്ട് ലീഗിൽ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ടോ വാസ്തവത്തിൽ? അങ്ങനെയൊന്നും ഞങ്ങളതിന് ഭയപ്പെടുന്നൊന്നുമില്ല. കേരളത്തിൽ എടുത്തു നോക്കാമല്ലോ പെർസെൻറ്റേജ് സാമുദായികമായി. ഞങ്ങളങ്ങനെ നോക്കാറില്ല, പക്ഷേ സാമുദായികമായി നോക്കുന്നവർക്ക് നോക്കാം. ഓരോ സമുദായത്തിലും പെട്ട എത്ര പേര് കാൻഡിഡേറ്റായി വരുന്നുണ്ട്, മത്സരിക്കുന്നുണ്ട് എന്നൊക്കെ. അതിനനുസരിച്ച് അതിലൊരിക്കലും ഞങ്ങൾ പെർസെൻറ്റേജിൽ കൂടുതൽ മുസ്ലിം ലീഗ് ചോദിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല, ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. വെള്ളാപ്പള്ളിയൊക്കെ പറഞ്ഞത് മത്സരങ്ങളായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും ക്ലിയർ അല്ലേ. വെള്ളാപ്പള്ളിയെ കൊണ്ട് അത് പറയിച്ചവർ ഇപ്പം എന്താ ഈ സ്ഥിതി? ഹൈക്കോടതിയാണ് അയാളെ പുറത്താക്കിയത്. നിയമ വ്യവസ്ഥയിൽ കൊണ്ടാണ് അദ്ദേഹം പുറത്തു പോകേണ്ടി വന്നത്. അപ്പം അത്തരത്തിലുള്ള ഞങ്ങളതിന് മറുപടി പറഞ്ഞില്ലല്ലോ. വെള്ളാപ്പള്ളിയുടെ ശ്രദ്ധിക്കാതെ വിടണം എന്നായിരുന്നു ഞങ്ങളുടെ തീരുമാനം. അത് ഞങ്ങൾ 100% ഞങ്ങൾ അദ്ദേഹത്തിന് മറുപടി പറഞ്ഞിട്ടില്ല. പക്ഷെ അദ്ദേഹത്തെ കൊണ്ട് ഇത് പറയിപ്പിച്ചതാണ്. ചിലർ പറഞ്ഞാൽ അദ്ദേഹം കേൾക്കാൻ ബാധ്യസ്ഥനാണ്. 140 കേസുകളിലാണ് പ്രതിയായിട്ടുള്ളത്. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ ഞങ്ങൾക്ക് നന്നായി അറിയാം. അതുകൊണ്ട് ഞങ്ങളതിന് മറുപടി പറയാറില്ല. അതൊക്കെ കണക്കുകൾ വെച്ചുകൊണ്ട് അതിനൊക്കെ കൃത്യമായ മറുപടി ഞങ്ങളുടെ കയ്യിലുണ്ട്. അല്ല, അതൊരു സമ്മർദ്ദമായിരുന്നു ലീഗിന്. ഇപ്പം അങ്ങനെ കൂടുതൽ സീറ്റുകൾ ചോദിക്കുന്നത് മറ്റ് ഭാഗത്തിൻ്റെ ഒരു ആശങ്ക കൂട്ടുമോ, അങ്ങനെയൊക്കെയുള്ള ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ലീഗ് 5ാം മന്ത്രി വന്നപ്പോൾ അനാവശ്യമായിട്ടുള്ള ചർച്ചകൾ വന്നു. അപ്പോൾ അങ്ങനെ ഈ ലോക്സഭ ഒരു സീറ്റ് അധികം ചോദിക്കുമ്പോൾ വലിയ പ്രശ്നമുണ്ടാകുന്നു. അങ്ങനെ ലീഗിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു ആവശ്യം വരുമ്പോഴേ എപ്പോഴും അതൊരു വർഗീയമായിട്ട് എന്തുകൊണ്ടാണ് അതിനെ വ്യാഖ്യാനിക്കപ്പെടുന്നത്? ലീഗിൻ്റെ ശത്രുക്കൾ ബോധപൂർവം ഇത്തരമൊരു ചർച്ച ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ ശത്രുക്കൾ മുസ്ലിം ലീഗിനുണ്ട്. മുസ്ലിം ലീഗിൻ്റെ ശക്തിയും ജനപിന്തുണയും ഒക്കെ കണ്ട് അസൂയ പൂണ്ടവരും ഭയപ്പെടുന്നവരുമാണ് അതിൻ്റെ പിന്നിലുള്ളത്. അവർ വെറുതെ ഇതൊരു ചർച്ചയാക്കുകയാണ്. നേരെ മറിച്ച് കണക്കുകൾ വെച്ച് ഇവർക്കൊന്നും സ്ഥാപിക്കാൻ കഴിയില്ല. ഇവർ പറയുന്നതൊക്കെ എല്ലാ നിലക്കും തെറ്റാണ്, കള്ളത്തരമാണ്. അത് ഞങ്ങൾക്ക് തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ തെളിയിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് കണക്ക് വെച്ചവരാരും ഞങ്ങളെ എതിർക്കാറില്ല. മാർക്സിസ്റ്റ് പാർട്ടി ഇതൊന്നും പറയാറില്ലല്ലോ. പറയാൻ ഇതുപോലെ ആളുകളെ വാടകയ്ക്കെടുത്ത് BJP മാർക്സിസ്റ്റ് പാർട്ടിയും കൊണ്ടുവരും. കാരണം തിരിച്ചു കൊടുക്കേണ്ട അവർക്കല്ല, അതുകൊണ്ടാണ് ഞങ്ങൾ കൊടുക്കാത്തത്. അപ്പോൾ അതിനോട് ബന്ധപ്പെട്ടാണ് ഈ മതമാണ് പ്രശ്നം എന്നൊരു പ്രസംഗം ഉണ്ടല്ലോ. ആ പ്രസംഗം ഇപ്പം ഭയങ്കരമായിട്ട് ലീഗിനെതിരെ ഉപയോഗിക്കുന്നുണ്ട്. ലീഗ് എന്ന അടിസ്ഥാനപരമായിട്ട് ഒരു മതപാർട്ടിയാണ് എന്ന രീതിയിൽ ഒരു ലീഗിൻ്റെ സെക്കുലർ സ്വഭാവം നഷ്ടപ്പെട്ടു എന്ന രീതിയിൽ
ഉള്ള വ്യാഖ്യാനത്തിന് വേണ്ടി ഈ പ്രസംഗത്തെ ഉപയോഗിക്കുന്നുണ്ട്. അത് എങ്ങനെയാണ് കാണുന്നത്? അല്ല, അത് ഒരാളും പറയില്ല. ലീഗ് സെക്കുലർ അല്ല എന്ന് പറയാനുള്ള ഒരു തെളിവും ഒരാളുടെ കയ്യിലുമില്ല. തെളിവ് സഹിതം മുസ്ലിം ലീഗിൻ്റെ ഏതെങ്കിലും ഒരു ചലനമെങ്കിലും സെക്കുലർ അല്ലാത്തത് ഉണ്ടായിട്ടുണ്ട് എന്ന് സ്ഥാപിക്കാൻ ഒരാളെ ഞങ്ങൾ വെല്ലുവിളിക്കുക. ആരായാലും എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഈ പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗത്തിൻ്റെ ഭരണഘടനാദത്തമായ അവകാശങ്ങൾ ചോദിക്കുന്നത് വർഗീയമല്ല. അതാണ് യഥാർത്ഥ ജനാധിപത്യം. അത് ഞങ്ങൾ ചോദിക്കാറുണ്ട്. പക്ഷെ മറ്റൊരാളുടെ അവകാശം കൊടുക്കരുത് എന്നോ അതെടുത്തിട്ട് ഞങ്ങൾക്ക് തരണമെന്നോ ഒരിക്കലും മുസ്ലിം ലീഗ് പറഞ്ഞിട്ടില്ല. മുസ്ലിം ലീഗ് പറഞ്ഞത് പിന്നോക്കമായതുകൊണ്ടും ന്യൂനപക്ഷമായതുകൊണ്ടും ഭരണഘടന നൽകുന്ന അവകാശങ്ങളും ആനുകൂല്യങ്ങളും ഉണ്ട്. അത് തരാതിരുന്നാൽ, കിട്ടാതിരുന്നാൽ അതിനു വേണ്ടി ശബ്ദം ഉയർത്തൽ മുസ്ലിം ലീഗിൻ്റെ ലക്ഷ്യമാണ്. അത് പറയും. അത് ഭരണഘടനയുടെ അടിസ്ഥാന തത്വമായ മതനിരപേക്ഷതയും ജനാധിപത്യത്തിൻ്റെയും അപ്പുറത്തേക്ക് ഞങ്ങൾ പോകാറില്ല. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിൻ്റെ 75 കൊല്ലത്തിലേറെയുള്ള പ്രവർത്തനത്തിൽ എവിടെയെങ്കിലും ഞങ്ങൾ വർഗീയമായി ചിന്തിച്ചിട്ടുണ്ടോ, പറഞ്ഞിട്ടുണ്ടോ? മറ്റൊരാളുടെ അവകാശങ്ങൾ കറന്നെടുക്കുന്നതാണ് വർഗീയം. അത് മുസ്ലിം ലീഗിനെ കുറിച്ച് ഒരാൾക്കും പറയാൻ കഴിയില്ല. വെറുതെ വായ കൊണ്ട് പ്രസംഗിക്കുക എന്നല്ലാതെ തെളിവ് സഹിതം ഒരാൾക്കും ഞങ്ങൾ എപ്പോഴും വെല്ലുവിളിക്കാറുണ്ട്. ഈ പറഞ്ഞവർ തന്നെ പറയട്ടെ. നേരെ മറിച്ച് ഞങ്ങൾ മറ്റുള്ള സമുദായങ്ങളെ, സമൂഹങ്ങളെ ഒക്കെ പരമാവധി സഹായിച്ചിട്ടേ ഉള്ളൂ. ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് ലീഗിൻ്റെ കയ്യിലായിരുന്നു കൊണ്ട് അതിനെപ്പറ്റിയാണ് വെള്ളാപ്പള്ളിയൊക്കെ പറഞ്ഞത്. വെള്ളാപ്പള്ളി മലബാറിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് അപേക്ഷ തരാതെ ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ? മുസ്ലിം ലീഗ് UDF ഭരിക്കുമ്പോൾ വെള്ളാപ്പള്ളി അപേക്ഷ തന്നത് ബിവറേജസിൻ്റെ ഔട്ട്ലെറ്റിനും ബാറിനൊക്കെയാണ്. ബാറിന് അപേക്ഷ തന്നാൽ വിദ്യാഭ്യാസ സ്ഥാപനം കൊടുക്കാൻ പറ്റുമോ? അത് കൊടുത്തിട്ടുണ്ടാവും. എപ്പോഴാണ് ഇനി അങ്ങനെയല്ലെങ്കിൽ കഴിഞ്ഞ 10 കൊല്ലമായി LDF ആണല്ലോ ഭരിക്കുന്നത്. എത്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മലബാറിൽ വെള്ളാപ്പള്ളി ചോദിച്ചു വാങ്ങിയിട്ടുണ്ട്? പറയാൻ കഴിയുമോ? ഇല്ല എന്നതാണ് സത്യം. ഇതൊക്കെ ആട്ടിനെ പട്ടിയാക്കുന്ന പ്രചാരവേലകളാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരുടെയും അവകാശങ്ങൾ. ഇപ്പോൾ സംസ്കൃത യൂണിവേഴ്സിറ്റി കൊടുത്തത് മുസ്ലിം ലീഗ് വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുമ്പോഴാണ്. തുഞ്ചൻ്റെ നഗറിൽ മലയാള യൂണിവേഴ്സിറ്റി കൊടുത്തത് മുസ്ലിം ലീഗ് അധികാരത്തിലിരിക്കുമ്പോഴാണ്. ഇതൊക്കെ മുസ്ലിം ലീഗാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും. അതിനപ്പുറത്തേക്ക് ഇതൊക്കെ ആട്ടിനെ പട്ടിയാക്കുന്ന പ്രചാരവേലകൾ നടത്തുകയാണ്. വർഗീയത ആളിക്കത്തിച്ച് വോട്ട് വാങ്ങാൻ ഉത്തരേന്ത്യയിലൊക്കെ BJP നടത്തുന്ന ശ്രമം കേരളത്തിൽ CPM ഏറ്റെടുത്ത് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുക. മറ്റ് രക്ഷയൊന്നും ഇല്ലാത്തതുകൊണ്ട് ജനങ്ങളാൽ തിരസ്കരിക്കപ്പെട്ടു എന്ന് വ്യക്തമായി ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിലാണ് വർഗീയ കാർഡ് കളിക്കാൻ മാർക്സിസ്റ്റ് പാർട്ടി ഇപ്പോൾ തയ്യാറാകുന്നത്. അത് ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള ബന്ധമാണ് വേറൊരു ഈ പറയുന്ന രീതിയിൽ ആരോപണം ഉന്നയിക്കുന്ന ഒരു കാര്യം. അപ്പോൾ വാസ്തവത്തിൽ എന്താണ് ഇപ്പം ലീഗിൻ്റെ ചില നേതാക്കൾ പറഞ്ഞിട്ടുണ്ട് ജമാഅത്തെ ഇസ്ലാമിയായിട്ട് ഞങ്ങൾക്ക് ആശയപരമായിട്ട് ഒരു യോജിപ്പില്ല. അത് വളരെ വ്യക്തമാക്കുന്ന കാര്യമാണ്. വാസ്തവത്തിൽ എന്താണ് ജമാഅത്തെ ഇസ്ലാമിയും ലീഗും തമ്മിലുള്ള ബന്ധം? അതൊന്ന് വ്യക്തമാക്കാൻ പറ്റുമോ? മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിൽ ഒരു ബന്ധവുമില്ല. ജമാഅത്തെ ഇസ്ലാമി ഒരു മതസംഘടനയാണ്. സമസ്ത പോലെ, മുജാഹിദ് പോലെ ജമാഅത്തെ ഇസ്ലാമി ഒരു മതസംഘടനയാണ്. ആ ജമാഅത്തെ ഇസ്ലാമിക്ക് ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. ജമാഅത്തെ ഇസ്ലാമിയുമായി 3.5 പതിറ്റാണ്ട് 35 കൊല്ലം ബന്ധപ്പെട്ടത് CPM ആണ്. ഞങ്ങൾ ബന്ധപ്പെടുന്നത് വെൽഫെയർ പാർട്ടിയുമായിട്ടാണ്. അതൊരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനിൽ മതനിരപേക്ഷതയും ജനാധിപത്യവും അംഗീകരിച്ചുകൊണ്ടുള്ള ഭരണഘടന കൊടുത്തതിൻ്റെ പേരിൽ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ച ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് വെൽഫെയർ പാർട്ടി. ആ വെൽഫെയർ പാർട്ടി ഐക്യജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നു. ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിക്ക് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് BJP അധികാരത്തിൽ വരാതിരിക്കാൻ അവരെടുക്കുന്ന ഒരു നയത്തിൻ്റെ ഭാഗമാണ്. ഞങ്ങൾ തിരിച്ച് അവർക്ക് വോട്ട് ചെയ്യുന്നില്ല, അവരെ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ല. ഇന്ത്യ മുന്നണി ദേശീയ തലത്തിൽ എല്ലായിടത്തും വെൽഫെയർ പാർട്ടി ഇന്ത്യ മുന്നണിക്ക് വോട്ട് ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായും കേരളത്തിൽ ഇന്ത്യ മുന്നണിയുടെ നേതൃത്വം നൽകുന്ന കോൺഗ്രസ്, ആ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഐക്യജനാധിപത്യ മുന്നണിക്ക് ഇപ്പോൾ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവർ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ സ്ഥാപനങ്ങളെ തെരഞ്ഞെടുപ്പിലൊക്കെ ഞങ്ങളുമായി സഹകരിച്ച് ഞങ്ങൾക്ക് വോട്ട് ചെയ്താണ് പരസ്യമായാണ് പറഞ്ഞത്. അതൊരു രാഷ്ട്രീയ പാർട്ടിയാണ്. അത് ജമാഅത്തെ ഇസ്ലാമി അല്ല.
ജമാഅത്തെ ഇസ്ലാമി രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നതിന് മുമ്പ് ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കുമ്പോൾ അവരുമായി സഖ്യം ചെയ്തതും അവരെ പുകഴ്ത്തി പറഞ്ഞതും ദേശാഭിമാനിയിൽ അവരുടെയുമായുള്ള സഖ്യത്തെ വളരെ ഉയർത്തിക്കാട്ടി പ്രസംഗിച്ചതും സഖാവ് പിണറായി വിജയൻ്റെ പ്രസംഗങ്ങളും ദേശാഭിമാനിൻ്റെ എഡിറ്റോറിയലൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അത് മറച്ചു വെച്ചുകൊണ്ടാണ് വെൽഫെയർ പാർട്ടിയുടെയുമായുള്ള ഞങ്ങളെ പിന്തുണയ്ക്ക് ഇവർ ആക്ഷേപം ഉന്നയിക്കുന്നത്. ഇരട്ടത്താപ്പാണ്, എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ പ്രസംഗം അബ്ദുൽ നാസർ മഅദനി PDPയുമായി വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗമാണ് BJPയും RSSും കേരളത്തിലെ എല്ലാ ഹൈന്ദവ വീടുകളും കൊണ്ടുപോയി കൊടുത്തത്. അത് തീവ്രവാദം പറയുന്നു എന്ന് പറഞ്ഞിട്ട് അന്ന് ആ PDPയുമായി സഖ്യമാണ് ഇടതു മുന്നണി. ഇപ്പോൾ ഈ പൊന്നാനി പാർലമെൻറ്റ് മണ്ഡലത്തിൽ PDPയുടെ സ്ഥാനാർത്ഥിയെ നിർത്തി ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ചോദിച്ച് പ്രസംഗിച്ചത് സഖാവ് പിണറായി വിജയനാണ്, അന്നത്തെ പാർട്ടി സെക്രട്ടറി. അതൊക്കെ ചെയ്തതാണ്. ഈ PDPയും അതുപോലുള്ള തീവ്രവാദ സംഘടനകളുമൊക്കെ അവരുടെ ഏറ്റവും വലിയ ശത്രു മുസ്ലിം ലീഗാണ്. എന്തുകൊണ്ടാണ്? മുസ്ലിം ലീഗ് തീവ്രത പറയുന്നില്ല, മുസ്ലിം ലീഗ് സമവായം പറയുന്നു, സമന്വയം ഉണ്ടാക്കുന്നു, സമാധാനം പ്രസംഗിക്കുന്നു, മുസ്ലിങ്ങളെ താരാട്ടുപാടി ഉറക്കുകയാണ് അവർ ചെയ്യുന്നത്, പ്രതിരോധിക്കാൻ അവർ ആഹ്വാനം ചെയ്യുന്നില്ല എന്നതാണ് SDPയുടെയും PDPയുടെയും അതുപോലെ മുസ്ലിം ലീഗിന് തീവ്രത പോരാ എന്ന് പറഞ്ഞ് രൂപീകരിക്കപ്പെട്ട പാർട്ടികളുടെയും ആക്ഷേപം. അങ്ങനെ ആക്ഷേപിക്കുന്ന തീവ്രവാദ പാർട്ടികളുമായാണ് മാർക്സിസ്റ്റ് പാർട്ടി സഖ്യം. അവരെ വളർത്തിയതും പിന്തുണ കൊടുത്തതും ഒക്കെ CPM ആണ്. എന്നിട്ട് മുസ്ലിം ലീഗിൽ തീവ്രത പോരാ എന്ന് പറഞ്ഞ പാർട്ടികളെ ചുമലിലേറ്റി തോളിലേറ്റി മടിയിലേറ്റി നടക്കുന്ന CPM ആണ് മുസ്ലിം ലീഗിൽ തീവ്രത ആക്ഷേപിക്കുന്നത്. എന്തൊരു വിരോധാഭാസമാണ്. അതുപോലെ ഈ മുസ്ലിം സംഘടനകൾ, മതസംഘടനകൾ, മുസ്ലിം ലീഗിനോട് വിരോധമുള്ള സംഘടനകൾ പോലും മുസ്ലിം ലീഗിനോട് ഒരു അവരുടെ എതിർപ്പ് കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണുന്നത്. മൊത്തത്തിലൊരു മുസ്ലിം കൺസോൾട്ടേഷൻ എന്ന് പറയുന്ന ഒരു പോളറൈസേഷൻ ലീഗിന് അനുകൂലമായിട്ട് സംഭവിക്കുന്നതായി തോന്നിയിട്ടുണ്ടോ? പ്രത്യേകിച്ച് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിനുശേഷം നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ലീഗിന് വലിയ തോതിൽ പിന്തുണ ഈ മലബാർ ഭാഗങ്ങളിൽ ഉണ്ടായത്. അതിൻ്റെ ഒരു കാരണം ഈ മുസ്ലിം സമുദായത്തിൻ്റെ തന്നെ ഒരു റെപ്രസെൻറ്റേഷൻ മുമ്പായിരുന്നു. അതിൽ കൂടുതലായിട്ടുള്ള സംഘടനകൾ പോലും ലീഗിനെ ഒരു പ്രത്യാശയോടെ കാണുന്ന ഒരു നിലപാടിലേക്ക് വരുന്നുണ്ടോ അടുത്തായിട്ട്? അത് സംഘടനയല്ല, ന്യൂനപക്ഷ സമൂഹങ്ങൾ പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ BJPക്കെതിരാണ്. കേരളത്തിലെ ഇടതുമുന്നണിയോടുള്ള വിരോധമാണ്. ഇടതുമുന്നണി BJPയുടെ B ടീമായിട്ടാണ് കേരളത്തിൽ ഭരിക്കുന്നത്. BJPയുടെ ആജ്ഞകൾക്ക് ഒത്താണ് അവർ പെരുമാറുന്നത്. അത് പോലീസിലായാലും ആഭ്യന്തര വകുപ്പിലായിരുന്നാലും വിദ്യാഭ്യാസ വകുപ്പിലായിരുന്നാലും നിയമവകുപ്പിലായിരുന്നാലും ഏത് വകുപ്പിലായിരുന്നാലും BJPക്ക് അനുഗുണമായി BJPയുടെ സിദ്ധാന്തങ്ങളും ലക്ഷ്യങ്ങളും ആശയങ്ങളും അവരുടെ തീരുമാനങ്ങളും നടപ്പാക്കാനാണ് ഇടതുമുന്നണി പിണറായിയുടെ നേതൃത്വത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എന്തായാലും കാരണങ്ങളുണ്ടാകാം. ആ കാരണത്തിൻ്റെ പേരിൽ BJPക്ക് ഒരു പാർലമെൻറ്റ് MP പോലും കേരളത്തിൽ നിന്ന് ഉണ്ടാക്കി കൊടുത്തത് സ്വന്തം മുന്നണിയിലെ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയിട്ട് പൂരം കലക്കിയിട്ട് ഉണ്ടാക്കി കൊടുത്തത് പിണറായിയാണ്. അത് CPI പോലും CPIയുടെ സ്ഥാനാർത്ഥിയായിരുന്ന ബഹുമാന്യനായ സുനിൽകുമാർ പോലും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് പൂർണ്ണമായും BJPക്ക് അടിയറ വെച്ചിരിക്കുന്നു. ഇത്തരത്തിലുള്ള സാഹചര്യം മനസ്സിലാക്കിയിട്ടാണ് സമാധാനം ആഗ്രഹിക്കുന്ന, നീതി ആഗ്രഹിക്കുന്ന കേരളീയ പൊതുസമൂഹം ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി നിന്നത്. അതിൽ മുസ്ലിം ലീഗുണ്ട്. ഇടതുമുന്നണിയോടുള്ള അവരുടെ ഈ നിലപാട് രാഹിത്യത്തോടുള്ള BJPയെ സഹായിക്കുന്ന കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ ഉണ്ടാക്കിയ അന്തർധാര വ്യക്തമായി ബോധ്യമായതും ഈ ഭരണത്തിൽ BJPക്ക് കൊടുക്കുന്ന പ്രാമുഖ്യമൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് ന്യൂനപക്ഷങ്ങൾ പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ UDFന് അനുകൂലമായി നിന്നത്. മുമ്പ് കാന്തപുരം വിഭാഗം നമുക്കറിയാം ഒരു ചരിത്രമുള്ളത് മുസ്ലിം ലീഗ് വിരുദ്ധ സമീപനമായിരുന്നു കുറേ കാലമായിട്ടുണ്ടായിരുന്നത്. ആ ഒരു സമീപനത്തിൽ പ്രകടമായ മാറ്റം കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് നോട്ടീസ് ചെയ്യുന്നുണ്ട്. അത് അങ്ങനെ വാസ്തവത്തിലുണ്ടോ? അത് ഞാൻ പറഞ്ഞല്ലോ, ഇടതുമുന്നണിയിൽ നിന്നുള്ള ദുരനുഭവങ്ങളാണ് എല്ലാവരെയും മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത്.
അപ്പോൾ ഇതിന് ബദലായിട്ട് വേറൊരു തരത്തിലൊരു ഹിന്ദു കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ ഈ ഹിന്ദു ക്രിസ്ത്യൻ കൺസോൾട്ടേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമം CPM-ൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ടെന്നൊരു ആരോപണമുണ്ട്. ആ ഒരു ശ്രമം വിജയിക്കാനുള്ള സാധ്യത എത്രയുണ്ട്? അത് കേരള ജനത ആത്യന്തികമായി മതനിരപേക്ഷ സ്വഭാവമുള്ളവരാണ്. ഇവിടെ ഉത്തരേന്ത്യൻ സമൂഹത്തെ പോലെയല്ല. എല്ലാ മതസമൂഹങ്ങളും ഒരുമിച്ചാണ് ജീവിക്കുന്നത്, അയൽവാസികളും ഇതര സമുദായക്കാരായി. പക്ഷെ ഉത്തരേന്ത്യയിൽ ഒരു പ്രദേശം ഒരു സമൂഹത്തിൻ്റേതായിരിക്കും, ആ പ്രദേശത്ത് മറ്റാരും ഉണ്ടാവില്ല. ഒരു മഹല്ല, ഒരു നമ്മളെ വാർഡ് പോലുള്ള. ഇവിടെ അങ്ങനെയല്ലല്ലോ, തൊട്ടയൽവലത്തെ അയൽവാസി മറ്റു സമുദായക്കാരായിരിക്കും. ആ മനസ്സിനെ മാറ്റിയെടുക്കാൻ കഴിയില്ല. എത്രമാത്രം വർഗീയത പ്രചരിപ്പിച്ചാലും കേരളത്തിൽ അത് ചിലവാകില്ല എന്ന് ഉറപ്പാണ്. ഇപ്പോൾ ബഹുഭൂരിപക്ഷവും 80% ഹിന്ദുക്കളാണ് കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ ഉള്ളത്. എന്നിട്ട് എന്തേ BJPക്ക് ഒരു സീറ്റ് പോലും കിട്ടാത്തത്? അപ്പോൾ ഹൈന്ദവ സമുദായം വർഗീയവാദികളല്ല. ബഹുഭൂരിപക്ഷം ഹൈന്ദവ സമുദായ അംഗങ്ങളും മതനിരപേക്ഷതയിലും പരസ്പര സ്നേഹത്തിലും ബഹുമാനത്തിലും വിശ്വസിക്കുന്നവരാണ്. അതാണ് കേരളത്തിൻ്റെ പൈതൃകം, അതാണ് കേരളത്തിൻ്റെ സന്തോഷവും ആഹ്ലാദവും ഒക്കെ അതുതന്നെയാണ്. അത് മാറ്റിയെടുക്കാൻ 2 വോട്ടിന് വേണ്ടിയോ 4 സീറ്റിന് വേണ്ടിയോ CPM പോലുള്ള സംഘടനകൾ ശ്രമിച്ചാൽ അത് കേരളത്തിൽ നടപ്പാകില്ല, എത്ര തന്നെയായാലും എന്നാണ് ഞങ്ങളുടെ ഉറച്ച വിശ്വാസം. ഇപ്പം മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ ഇപ്പം പുതുതായിട്ട് സ്ത്രീകൾക്ക് കൂടുതൽ പ്രാതിനിധ്യം കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡിക്ലെയർ ചെയ്തിട്ടില്ല, അതെങ്ങനെയാണ് വരുന്നതെന്ന് അറിയില്ല. അപ്പോൾ സ്ത്രീകളുടെ ഈ പൊതുരംഗത്തെ പ്രവർത്തനത്തെ അതിനിശ്ചിതമായിട്ട് വിമർശിക്കുന്ന, അതിനെ എതിർക്കുന്ന മതസംഘടനകളുണ്ട്. അപ്പോൾ അവരുമായിട്ടുള്ള എങ്ങനെയായിരിക്കും അതൊരു ഇക്വേഷൻ ഉണ്ടാവുക? അല്ല, മുസ്ലിം ലീഗിൽ നേരത്തെ ഉണ്ടല്ലോ, 96 മുതൽ മുസ്ലിം ലീഗിൽ വനിതാ സ്ഥാനാർത്ഥികൾ നിയമസഭയിലേക്കുണ്ട്. നമ്മുടെ ജനകീയാസൂത്രണം വന്നത് മുതൽ പഞ്ചായത്ത് മുനിസിപ്പൽ തലത്തിൽ മുസ്ലിം ലീഗിൻ്റെ വനിതകളുണ്ട്. ഇപ്പോൾ തന്നെ ഞങ്ങൾ ജയിച്ചത് 3000-ലേറെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ ജയിച്ചു വന്നിട്ടുണ്ട്. 80% ഞങ്ങൾ സ്ട്രൈക്ക് റേറ്റ്. മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ അപേക്ഷിച്ച് അവരുടെ ഇരട്ടിയാണ്. അത് റിസർവേഷൻ ഉണ്ടല്ലോ, അത് അവിടെ. അതെ ഞാൻ പറയുന്നത്, മലബാറിൽ മാത്രമല്ല, തെക്കൻ ജില്ലകളിലും മുസ്ലിം ലീഗിൻ്റെ വനിതാ സ്ഥാനാർത്ഥികൾ അടക്കമുള്ളവർ കഴിഞ്ഞ തവണത്തേക്കാളൊക്കെ അപേക്ഷിച്ച് എത്രയോ കൂടുതൽ ജയിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ അന്നൊക്കെ ഞങ്ങൾ മുസ്ലിം, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നിയമസഭയിലേക്ക് 96-ൽ മത്സരിച്ചിരുന്നു, കഴിഞ്ഞ തവണ മത്സരിച്ചിരുന്നു. ഞങ്ങൾക്ക് കൊടുക്കുന്നതിന് വിരോധമൊന്നുമില്ല, ഇപ്പോഴും ഉണ്ടാവും. പക്ഷേ അതിൽ മതസംഘടനകൾ പറയുന്ന അവർക്ക് അവരുടേതായ പരിമിതികളുണ്ടാവും. മുസ്ലിം ലീഗ് ഒരു മതസംഘടനയല്ലല്ലോ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾക്ക് അർഹമായ പ്രാതിനിധ്യം, ഞങ്ങളുടെ വനിതാ ലീഗ് ഉണ്ടല്ലോ, വളരെ ശക്തമായി പ്രവർത്തിക്കും. മുസ്ലിം ലീഗിന് ഇപ്പോൾ ഞങ്ങളുടെ പരിപാടികൾക്കൊക്കെ പോയാൽ പുരുഷന്മാരെക്കാൾ കൂടുതൽ ഞങ്ങളുടെ സഹോദരിമാരാണ് എല്ലാ സദസ്സിലും ഉണ്ടാകുന്നത്. അതൊക്കെ വലിയ മാറ്റമാണ് കാലത്തിനനുസരിച്ച്. പക്ഷേ ഞങ്ങൾ വനിതകൾ പുറത്ത് സംഘടനാ രംഗത്ത് വരുമ്പോൾ അതിന് പരിമിതികളുണ്ട്. പരസ്യമായി അവരെ എല്ലാ രംഗങ്ങളിലേക്കും കയറൂരി വിടുന്നൊരു സ്വഭാവമില്ല. മതവിശ്വാസത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് സ്ത്രീകൾക്ക് പൊതുപ്രവർത്തനത്തിന് ഒരു തടസ്സവുമില്ല. കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷന്റെ വിജയാഹ്ലാദ സമയത്ത് സ്ത്രീകൾ റോഡിൽ കിടന്ന് ഡാൻസ് കളിച്ചു, പരിധിയിൽ കവിഞ്ഞ് ആഹ്ലാദം പ്രകടിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം അത് ഈ സ്ത്രീകൾക്ക് ഒരു എന്താ പറയാ, അവരെ ഒരു പരിധിക്കുള്ളിൽ നിർത്തുക എന്നുള്ളൊരു സമീപനം വേണമല്ലോ. സ്ത്രീകളും പുരുഷന്മാരും ഇടപഴകി പ്രവർത്തിക്കുന്ന രംഗങ്ങളിൽ നമ്മൾ സൂക്ഷ്മത പാലിക്കണമല്ലോ. ആരായിരുന്നാലും, മുസ്ലിം ആയിരുന്നാലും ഹിന്ദു ആയിരുന്നാലും അതിൽ മതത്തിൻ്റെ വേർതിരിവൊന്നുമില്ല. അതേ ഞങ്ങൾ പറഞ്ഞുള്ളൂ. വേറെ പ്രത്യേകിച്ച് അതിൽ വ്യത്യാസമൊന്നും ഞങ്ങൾ കാണുന്നില്ല. പൊതുരംഗത്ത് സ്ത്രീകൾക്ക് ഒരുപാട് മാതൃകകളുണ്ട്. ഒരുപാട് മതത്തിൻ്റെ ആവിർഭാവ കാലം മുതൽക്ക് തന്നെ സ്ത്രീകൾ എല്ലാ കാര്യങ്ങളിലും യുദ്ധത്തിൽ പോലും പങ്കെടുത്ത ചരിത്രം ഇസ്ലാമിലുണ്ട്. അപ്പോൾ അതിലൊന്നും ഞങ്ങൾക്ക് യാതൊരു തടസ്സമില്ല, ഞങ്ങൾ ചെയ്യും. പക്ഷേ സ്ത്രീ പുരുഷ ബന്ധത്തിലുള്ള അതിർവരമ്പുകളുണ്ട്, അത് ലംഘിക്കപ്പെടാൻ പാടില്ല എന്നുള്ളത് മുസ്ലിം ലീഗിന് നിർബന്ധമുണ്ട്. ഇത്തവണ ഒരു വനിതാ MLA മുസ്ലിം ലീഗിന് ഉണ്ടാവുമോ? ഒന്നിലധികം ഉണ്ടാകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹം. ലീഗിനെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ UDF-നെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഉറച്ച സീറ്റുകളാണ്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പാർട്ടി ഗ്രാമങ്ങൾ വരെ ഞങ്ങൾ പിടിച്ചില്ലേ, കണ്ണൂരും കോഴിക്കോട്ടൊക്കെ. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തൊക്കെ ആരെങ്കിലും പ്രതീക്ഷയാണ് ഏതെങ്കിലും കാലത്ത് CPM-ന് നഷ്ടപ്പെടും. പേരാമ്പ്ര TP രാമകൃഷ്ണൻ്റെ ബ്ലോക്ക് പഞ്ചായത്ത് വരെ ഞങ്ങൾ പിടിച്ചില്ല. കണ്ണൂരിൽ പാർട്ടി ഗ്രാമങ്ങളിൽ
ഞങ്ങൾ കടന്നു കയറിയില്ലേ. അതൊക്കെ മാറ്റങ്ങളുണ്ടായി. CPM യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരാണ് ഇടതു മുന്നണിക്കെതിരെ ഇപ്പോൾ വോട്ട് ചെയ്യുന്നത്. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല CPM എന്ന് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ വിശ്വസിക്കുകയാണ്. ഇപ്പോൾ G. സുധാകരനും പയ്യന്നൂരിലെ കുഞ്ഞുകൃഷ്ണനും അതുപോലുള്ള ഒരുപാട് ആളുകൾ അത് പരസ്യമായി പറഞ്ഞുകൊണ്ടിരിക്കല്ലേ. പരസ്യമായി പറയാൻ അവർക്ക് പേടിയുണ്ടാവും. കാരണം 51 52 കഷ്ണങ്ങളായി മാറും. അതുകൊണ്ട് അവർ തെരഞ്ഞെടുപ്പിൽ മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരായി വോട്ട് ചെയ്യും യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ. അത് ഞങ്ങൾക്ക് ഉറപ്പാണ്. അതുകൊണ്ടാണല്ലോ ജയിക്കുന്നത്. ഈ ഏതെങ്കിലും ഘട്ടത്തിൽ UDF വിട്ട് LDFിലേക്ക് പോകാൻ മുസ്ലിം ലീഗിൻ്റെ ഭാഗത്ത് നിന്ന് ആലോചന കഴിഞ്ഞ ഏതെങ്കിലും കാലത്തുണ്ടായിരുന്നു? ഒരിക്കലും ഉണ്ടായില്ലല്ലോ. ഞങ്ങൾ UDFിലെ അവിഭാജ്യ ഘടകമാണ്, ഉറച്ചു നിൽക്കുന്നു. UDFിൻ്റെ നട്ടെല്ലാണ് മുസ്ലിം ലീഗ് എന്നൊക്കെ മറ്റ് ഘടകകക്ഷി നേതാക്കളൊക്കെ പറയാൻ നിങ്ങൾ കേൾക്കാറില്ലേ. അതുകൊണ്ട് തന്നെ വിശ്വസിച്ചാൽ ചതിക്കാതിരിക്കുക എന്നത് ലീഗിൻ്റെ ഒരു സ്വഭാവമാണ്. അതിനനുസരിച്ച് UDF ഞങ്ങൾ നിൽക്കുന്നിടത്തോളം കാലം UDFിൻ്റെ അവിഭാജ്യ ഘടകമായി തന്നെ നിൽക്കും. മറ്റൊരു ചർച്ചയ്ക്കും മുസ്ലിം ലീഗ് ഇടം കൊടുക്കാറില്ല. ആ രീതിയിലുള്ള ചില നീക്കങ്ങൾ CPMൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ലീഗിനെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് അവരുടെ anti-CAA പരിപാടികൾ, പലസ്തീൻ ഐക്യദാർഢ്യം, അതുപോലെ ലീഗിനെ മാത്രം വിളിക്കുക, UDFിലെ ഘടകകക്ഷികൾ മറ്റ് ഘടകകക്ഷികൾ ഒഴിവാക്കിയിട്ട് ലീഗിനെ മാത്രം വിളിക്കുക, അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ. അതിനോട് എങ്ങനെയായിരുന്നു? ആദ്യഘട്ടത്തിലൊക്കെ പങ്കെടുക്കാനുള്ള ഒരു സന്നദ്ധതയൊക്കെ പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ എന്താണ് അതിൻ്റെ ഒരു രസത? പിന്നീട് ഞങ്ങൾ പങ്കെടുക്കാതിരുന്നല്ലോ. അല്ല, അതിൽ സംഭവം എന്ന് പറഞ്ഞാൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഗതികേട് കൊണ്ടാണ്. അവരെ മുന്നണിയായി ജനങ്ങളെ അഭിമുഖീകരിച്ചാൽ പരാജയപ്പെടും എന്നവർക്കറിയാം. അപ്പോൾ എങ്ങനെയെങ്കിലും പുതിയ പാർട്ടികളെ, പ്രത്യേകിച്ച് ജനപിന്തുണയുള്ള ജനസ്വാധീനമുള്ള വോട്ടുള്ള പാർട്ടികളെ അടർത്തി കൊണ്ടുവരിക എന്നവരുടെ രാഷ്ട്രീയ തന്ത്രമാണ്. ഞങ്ങളിൽ വീണുപോയിട്ടൊന്നുമില്ല. ഈ സീറ്റ് ചർച്ചകളിലെ UDFിനുള്ളിൽ ചില സീറ്റുകളിൽ ചൊല്ലി ഒരു പ്രൊലോങ്ഡ് ആയിട്ടുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു. തിരുവമ്പാടി, പട്ടാമ്പി സീറ്റുകളിലൊക്കെ കുറച്ച് നാള് അധികം എടുത്താണ് അതിൽ ചർച്ചകൾ ഉണ്ടായത്. അത് UDFിനുള്ളിൽ അതിലൊരു നിരസം ഉണ്ടായിരുന്നോ, പ്രത്യേകിച്ച് ലീഗിന്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗ് കഴിഞ്ഞ തവണ മത്സരിച്ച 20 സീറ്റ് മുസ്ലിം ലീഗിന് തീരുമാനിച്ചു. UDFിൽ ഒരു തർക്കമില്ലാതെ ഞങ്ങൾ പറഞ്ഞെങ്കിലും കോൺഗ്രസിൻ്റെ മറ്റു ഘടകകക്ഷികളുടെയൊക്കെ അഭിപ്രായം മാനിച്ച് വിട്ടുവീഴ്ച ചെയ്ത് 27 ഞങ്ങൾ അംഗീകരിച്ചു പോന്നു. പിന്നീട് നമുക്ക് ഒരു സീറ്റെങ്കിലും ഒരു സീറ്റ് കൂടുതൽ കിട്ടണം, വിജയസാധ്യത കണക്കാക്കി പരസ്പരം 2-3 സീറ്റുകൾ വെച്ച് മാറാം എന്നുള്ള അഭിപ്രായം രണ്ട് ഭാഗത്തുണ്ടായി. കോൺഗ്രസ് തോൽക്കുന്ന സീറ്റുകളിൽ ചിലപ്പോൾ മുസ്ലിം ലീഗ് മത്സരിച്ചാൽ ജയിച്ചേക്കാം, മുസ്ലിം ലീഗ് മത്സരിക്കുന്ന ചില സീറ്റുകളിൽ കോൺഗ്രസ് മത്സരിച്ചാൽ ജയിച്ചേക്കാം. അങ്ങനെയുള്ള സീറ്റുകൾ പരിശോധിച്ച് നമുക്ക് കൈമാറ്റം ചെയ്യാം, പരസ്പരം വെച്ച് മാറാം എന്നുള്ള അഭിപ്രായം വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ പറഞ്ഞ പോലെ തിരുവമ്പാടിയായാലും പട്ടാമ്പിയായാലും കോങ്ങാടാണെങ്കിലും പുനലൂരാണെങ്കിലും ഒക്കെ ചർച്ചയ്ക്ക് വന്നു. ആയിക്കോട്ടെ, അത് പരിശോധിക്കാം. വിജയമാണ് ആവശ്യം. ആര് മത്സരിച്ചാൽ വിജയിക്കുമെന്നത് പരിശോധിക്കാം എന്നാണ് പറഞ്ഞത്. ആ പരിശോധന പൂർത്തിയാകുമ്പോൾ അതിൽ തീരുമാനമാവും. ഞങ്ങളതിൻ്റെ മാറുമ്പോൾ അതിൻ്റെ ഗുണം കിട്ടണമല്ലോ. ആ ഗുണം കിട്ടുന്നത് എങ്ങനെയാണ് എന്നത് പരിശോധിച്ചു കൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ജാഥ വന്നു, പ്രതിപക്ഷ നേതാവ് തിരക്കിലായി, ബഹുമാനപ്പെട്ട തങ്ങൾ അവർ അതിൻ്റെ ഇടയ്ക്ക് ദുബായിൽ പോയി, ഇല്ലാതായി. അങ്ങനെയൊക്കെയുള്ള പല കാരണങ്ങൾ കൊണ്ടും ചർച്ച നീണ്ടുപോയി, അത്രയേ ഉള്ളൂ. അത് ഒന്ന് ഇരുന്നാൽ പെട്ടെന്ന് തീരാവുന്ന കാര്യമുള്ളൂ. 1-2 സീറ്റുകൾ മാത്രമേ അത്തരമൊരു ചർച്ചയിൽ നിൽക്കുന്നുള്ളൂ. ഈ കൈമാറ്റം ചെയ്യുന്ന സീറ്റുകളെക്കുറിച്ച് അവസാന തീരുമാനമായിട്ടില്ല. ഇല്ല, മാറാനോ മാറാതിരിക്കാനോ ഉള്ള ഫൈനൽ തീരുമാനം പറഞ്ഞിട്ടില്ല. ഈ വയനാട് ലീഗിന് വളരെ ഒരു വേരർച്ചൊരു സ്ഥലമാണ്. പക്ഷെ വയനാട്ടിൽ ലീഗിന് ലോക്സഭയിലും അസംബ്ലി ഇലക്ഷനിലും ഒരു സീറ്റില്ല. അവിടെ കൽപ്പറ്റയിൽ ഏറ്റവും കൂടുതൽ വോട്ടുള്ളത് ലീഗിനാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രശ്നം വരുന്നത്? എന്തുകൊണ്ടാണ് ലീഗിനോട് സീറ്റില്ല? ഇല്ല, വയനാട്ടിൽ 3 സീറ്റാണ് ആകെ ഉള്ളത്. വയനാട്ടിൽ UDFിലെ ഏറ്റവും വലിയ കക്ഷി മുസ്ലിം ലീഗ് തന്നെയാണ്, സംശയമൊന്നുമില്ല. കൽപ്പറ്റ മാത്രമല്ല, മാനന്തവാടി ആയിരുന്നു, ഇവിടെ ആയിരുന്നാലും ലീഗ് നല്ല വോട്ടുള്ള സ്ഥലമാണ്. പക്ഷേ അവിടെ 2 സീറ്റ് റിസർവ്ഡാണ്. ഒന്ന് ST റിസർവ്ഡാണ് മാനന്തവാടി, മറ്റേ SC റിസർവ്ഡാണ് ബത്തേരി. പിന്നെ ഒരു ജനറൽ സീറ്റ് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ കാലങ്ങളിൽ കോൺഗ്രസിൻ്റെ കയ്യിലായതുകൊണ്ട് അവർ മത്സരിക്കുന്നു. പിന്നെ സീറ്റുകൾ വെച്ച് മാറുന്ന ചർച്ചയിൽ വരുമ്പോഴാണ് അതൊക്കെ വരിക. പക്ഷേ കൽപ്പറ്റ അങ്ങനെ ഒരു ചർച്ചയിൽ വന്നിട്ടില്ല.
അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള നേതാക്കൾക്ക് കൽപ്പറ്റ സീറ്റിനോട് താല്പര്യം ഉണ്ടായിരുന്നു. അവരത് പ്രകടമാക്കുകയും ചെയ്തിരുന്നു. അതിനെ കുറിച്ച് ചർച്ച ചെയ്തില്ല എന്നാണ്. അല്ല, കൽപ്പറ്റ കിട്ടിയാൽ മത്സരിക്കാൻ ഞങ്ങൾ തയ്യാറായിരുന്നു. പക്ഷെ കൽപ്പറ്റ വിട്ടുതരാൻ കോൺഗ്രസിന് പ്രയാസമുണ്ട്. ഇവിടെ ഈ BJPക്ക് ഇപ്പം അസംബ്ലിയിൽ ഒരു സീറ്റില്ലല്ലോ. അപ്പോൾ അടുത്ത ഇലക്ഷൻ വരികയാണെങ്കിൽ BJP വിജയിക്കുകയാണെങ്കിൽ അതിനുള്ള ഒരു സാഹചര്യം എന്തായിരിക്കും? BJP വിജയിക്കണമെങ്കിൽ ഇടതുപക്ഷ മുന്നണിയുമായി ധാരണയുണ്ടാക്കണം. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയതുപോലെ ഒരു സീറ്റ് ഉണ്ടാക്കി കൊടുത്തല്ലോ. അതിൻ്റെ അന്തർധാര CPMൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവും. ഉണ്ടായിക്കഴിഞ്ഞാൽ പോലും കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നല്ലോ 2021 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ BJPയുമായി മാർക്സിസ്റ്റ് പാർട്ടി രാഷ്ട്രീയ ധാരണ ഉണ്ടായിരുന്നു കുറേ സീറ്റുകളിൽ. അങ്ങനെയാണ് CPMന് സീറ്റ് കൂടിയത്. പക്ഷേ BJPക്ക് ചെന്നിട്ടും ജയിക്കാൻ കഴിഞ്ഞില്ല. ഇത്തവണയും ആ ധാരണ കുറച്ചുകൂടി പ്രകടമായ രൂപത്തിൽ ഉണ്ടാകും. അതിനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിക്കഴിഞ്ഞു, തീരുമാനങ്ങളൊക്കെ ആയിക്കഴിഞ്ഞു എന്നതാണ് ഞങ്ങൾക്ക് കിട്ടുന്ന വിവരം. അപ്പം അങ്ങനെയാണെങ്കിൽ രണ്ട് വശത്തും ഗുണം ഉണ്ടാകണ്ടല്ലേ? അപ്പോൾ BJPക്ക് അങ്ങനെ ഒരു സീറ്റ്, കുറച്ച് സീറ്റുകൾ കിട്ടാനുള്ള സാധ്യത ഉണ്ടെന്നാണ് അവർ പറയുന്നത്. അല്ല, ഞാൻ അത് നേരത്തെ പറഞ്ഞല്ലോ. അങ്ങനെ ഉണ്ടായാൽ പോലും കേരളത്തിലെ മതനിരപേക്ഷ പൊതുസമൂഹം BJPയെ അംഗീകരിക്കില്ല എന്നതാണ് ഞങ്ങളുടെ വിശ്വാസം. അതാണ് പിന്നെ ചരിത്രവും അതാണ് നമുക്ക് കിട്ടുന്ന പഴയകാല റിസൾട്ടും. ഈ കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷന് ശേഷം SDPI പ്രത്യേകിച്ചിട്ട് ലീഗുമായിട്ട് സംഘർഷങ്ങൾ പല സ്ഥലത്തും കണ്ടു. അഴിയൂർ, കണ്ണൂർ ജില്ലയിലെ ചില പ്രദേശങ്ങൾ. അപ്പോൾ എന്താണ് SDPIക്ക് പെട്ടെന്ന് അല്ലെങ്കിൽ ലീഗിനോട് അങ്ങനെയുള്ള എതിർപ്പ് കൂടാൻ കാരണം എന്താണ്? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഈ സംഘടനകളൊക്കെ ഉണ്ടായി വന്നത് ലീഗിനോടുള്ള വിരോധം കൊണ്ടാണ്. ലീഗിൻ്റെ സ്പേസ് പിടിച്ചെടുക്കാമെന്ന് കരുതിയാണ് ഇവരൊക്കെ വന്നത്. അത് നടക്കുന്നില്ല എന്ന് തോന്നുമ്പോൾ സ്വാഭാവികമായും വിദ്വേഷം ഉണ്ടാവും. ഉറപ്പല്ലേ? ഇത്തരം ശക്തികളുടെ എതിർപ്പ് ആണ് ലീഗിൻ്റെ മതനിരപേക്ഷതയുടെ അടിസ്ഥാന തെളിവ്. ലീഗിന് തീവ്രത പോരാ എന്ന് പറഞ്ഞിട്ടുണ്ടാക്കിയ പാർട്ടിയാണല്ലോ INL. INLും അങ്ങനെ തീവ്രവാദ സംഘടനയാണെന്നാണ് പറയുന്നത്. അല്ല, അന്ന് പിന്നെ പറഞ്ഞിരുന്നതാണ്. ഏതായിരുന്നാലും ഇത്തരം ലീഗിൽ നിന്ന് പിന്നെ തീവ്രത പോരെന്ന് പറഞ്ഞ് പുറത്തു വരുന്ന പാർട്ടികളെ മുഴുവൻ പ്രോത്സാഹിപ്പിച്ച് PDPയെയും SDPയെയും NLനെയും ഒക്കെ പ്രോത്സാഹിപ്പിച്ച് വളർത്തി കൊണ്ടുവന്നത് CPM ആണ്. എന്നിട്ടും അവർ വളരുന്നില്ല. കാരണം കേരളീയ പൊതുസമൂഹം അവരെയൊന്നും അംഗീകരിക്കുന്നില്ല എന്നതാണ് സത്യം. ഈ ഇതുപോലുള്ള ലീഗിൽ നിന്ന് അടർത്തിയെടുക്കുന്ന സംഘടനകളെ വളർത്തുന്നതും അവർക്ക് സ്പേസ് കൊടുക്കുന്നതും ജമാഅത്തെ ഇസ്ലാമി അവരുടെ മാധ്യമങ്ങളുമാണ് എന്നൊരു ആരോപണമുണ്ട്. ഇപ്പോൾ സയ്യിദ് സാഹിബായി കഴിഞ്ഞാലും മദനിയായി കഴിഞ്ഞാലും ഒക്കെ അവരെ പിന്തുണയ്ക്കുകയും അവരെ ഒരു ഘട്ടം വരെ പിന്തുണയ്ക്കുകയും പിന്നെ അവരെ ഉപേക്ഷിക്കുകയും ചെയ്യുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ് എന്നൊരു ആരോപണമുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഇപ്പോൾ ലീഗിനോടുള്ള അവരുടെ സമീപനത്തിലും എന്തെങ്കിലും സംശയമുണ്ടോ? അല്ല, അത് ജമാഅത്തെ ഇസ്ലാമിയുടെ പത്രം എന്ന നിലക്ക് മാധ്യമം അവരുടെ സ്വഭാവം കാണിക്കുന്നു. അവർ ലീഗിൻ്റെ പത്രമല്ല, കോൺഗ്രസിൻ്റെ പത്രമല്ല, CPMൻ്റെ പത്രമല്ല. അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നു. അത് നമ്മൾ ഇടപെടേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ലീഗും സമസ്തയും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ ഏതാണ്ട് എങ്ങനെയാണ് ഇപ്പോൾ തീർന്നത്? അത് ലീഗും സമസ്തയും തമ്മിൽ നേരത്തെയും പ്രശ്നങ്ങളില്ല. സമസ്തയിൽ എല്ലാ പാർട്ടിക്കാരും ഉള്ളതുപോലെ ലീഗിൽ എല്ലാ മതസംഘടനക്കാരും ഉണ്ട്. അത് തമ്മിൽ ഏറ്റുമുട്ടേണ്ട ആവശ്യമോ പരസ്പരം ശത്രുക്കളാവേണ്ട ആവശ്യമൊന്നുമില്ല. കഴിഞ്ഞ കാലങ്ങളിലെ പോലെ സൗഹാർദ്ദത്തിൽ അതിൻ്റെ നിലപാടിലൂടെ രണ്ടു കൂട്ടരും മുന്നോട്ട് പോകും. തെക്കൻ ജില്ലകളിൽ ലോക്കൽ ബോഡി ഇലക്ഷനിൽ വളരെയധികം സാറ് പറഞ്ഞല്ലോ 80% സ്ട്രൈക്ക് റേറ്റ് ഉണ്ടായിരുന്നു. കൊല്ലത്ത് സീറ്റ് ഉണ്ടായിരുന്നു, കൊച്ചിയിൽ കോർപ്പറേഷനിൽ സീറ്റ് ഉണ്ടായിരുന്നു, തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അസംബ്ലി ഇലക്ഷൻ വന്നപ്പോഴത്തേക്കിന് അവിടെയുള്ള ഒരു റെപ്രസെന്റേഷൻ കുറഞ്ഞു പോയിട്ടുണ്ടോ? സീറ്റുകളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ടോ? അല്ല, കഴിഞ്ഞ കാലത്തേക്കാൾ കുറഞ്ഞിട്ടില്ല, പക്ഷെ പൊതുവെ കുറവാണ്. കൂടുതൽ സീറ്റിന്റെ ഒരു അർഹത ഉണ്ടായിരുന്നില്ല. തീർച്ചയായിട്ടും ഉണ്ട്. ഞങ്ങളെ പരിശോധിക്കുന്നത് ഇപ്പോൾ കൊല്ലം ജില്ലയിൽ ഒരു സീറ്റും എറണാകുളത്ത് ഒരു സീറ്റുമാണ് ഇപ്പോൾ നമ്മൾ തെക്കൻ ജില്ലയിൽ മത്സരിക്കുന്നത്. അത് പോരാന്നുള്ള എല്ലാവർക്കും അറിയാം. പക്ഷേ അവിടെ ഇപ്പോൾ UDFൽ ഒരു തർക്കം ഉണ്ടാക്കണ്ട എന്ന് കരുതി ഞങ്ങൾ നിശബ്ദത പാലിക്കുകയാണ്. UDFന്റെ ഇപ്പോൾ ഒരു വിജയ സാധ്യതയെ കുറിച്ചിട്ട് എന്താണ്? അതിൽ ലീഗിന്റെ റോൾ എന്തായിരിക്കും?
ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയുണ്ട്. കാരണം ജനങ്ങൾ, കേരളത്തിലെ പൊതുജനം ഇടതുപക്ഷത്തിനെതിരാണ്. അത് 10 കൊല്ലത്തെ അവരുടെ ജീവിത അനുഭവങ്ങൾ കൊണ്ടുണ്ടായതാണ്. ഞങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അതാണ് ഞങ്ങളുടെ പ്രതീക്ഷ, അതാണ് ഞങ്ങളുടെ അടിത്തറ. അവർക്ക് നല്ലൊരു ഭരണം, പ്രതീക്ഷാപൂർവം കാത്തിരിക്കാൻ പറ്റുന്ന ഒരു ഭരണത്തിന് ഞങ്ങൾ അവർക്ക് വാഗ്ദാനം നൽകുകയാണ്. ഞങ്ങളുടെ മാനിഫെസ്റ്റോയിലൊക്കെ അത്തരം കാര്യങ്ങൾ ഞങ്ങൾ കഴിഞ്ഞ ഗവൺമെൻറ്റിനെ വിമർശിക്കുക മാത്രമല്ല, എന്താണ് ബദൽ എന്ന് വ്യക്തമായി പറഞ്ഞിട്ടാണ് ജനങ്ങളെ സമീപിക്കുന്നത്. അതുകൊണ്ട് ഗുണമുണ്ടാവും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ലീഗിന്റെ സീറ്റ് ഒരു എയിം ഉണ്ടായിരിക്കല്ലോ, ഇത്ര സീറ്റ് എന്നുള്ളത് ജയിച്ചു കയറാനുള്ള, അങ്ങനെ ഒരു നമ്പർ ഉണ്ടോ? ഞങ്ങൾ 27 മത്സരിച്ച 27 ജയിക്കണമെന്നാണല്ലോ ഞങ്ങൾ ആഗ്രഹം. ഞങ്ങളുടെ എയിം അതാണ്. എന്നാലും ഒരു പെർസെന്റേജ് കണക്ക് വരികയാണെങ്കിൽ ഇല്ല, അങ്ങനെ 1-2 സീറ്റുകളെ ടൈറ്റായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നുള്ളൂ. ഇപ്പോൾ ജയിച്ചു കയറി കഴിഞ്ഞാൽ UDF അധികാരത്തിലെത്തിയാൽ ലീഗിന്റെ ഒരു റോൾ എന്തായിരിക്കും? ഇപ്പൊ കഴിഞ്ഞ ഇടയ്ക്കൊക്കെ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു, ഉപമുഖ്യമന്ത്രി സ്ഥാനം ലീഗിന് വേണം എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഒരു ചർച്ച ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? അങ്ങനെ ഒരു ചർച്ച ഇതുവരെ ഉണ്ടായിട്ടില്ല. ലീഗ് അങ്ങനെ ഒരാവശ്യം മുന്നോട്ട് വെച്ചിട്ടുമില്ല. അതിനുള്ള അർഹത ലീഗിനില്ല. ഇത്ര സീറ്റുകൾ ജയിക്കുകയാണ്. നിങ്ങളാണ് ഞങ്ങൾ ഈ അർഹതയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഞങ്ങൾക്ക് സന്തോഷമുണ്ട്, നന്ദിയുണ്ട്. പക്ഷേ ആ അർഹത വെച്ചിട്ട് ഞങ്ങളൊരു ഡിമാൻഡ് മുന്നോട്ട് വെച്ചിട്ടില്ല ഇതുവരെ. ഈ ഇന്ത്യയിലെ മൊത്തത്തിലുള്ള ഫാസിസ്റ്റ് വിരുദ്ധ നീക്കത്തിൽ CPM-ന് കേരളത്തിലൊഴിച്ച് ബാക്കി സംസ്ഥാനങ്ങളിൽ എന്താണ് ലീഗും CPM-ഉം തമ്മിൽ ഒരു മുന്നണിയായിട്ട് പല സ്ഥലത്തുണ്ട്. തമിഴ്നാട്ടിലുണ്ട്. ഇന്ത്യ മുന്നണിയുടെ ഭാഗം പുറത്ത് രണ്ടു കൂട്ടരും ഇന്ത്യ മുന്നണിയിൽ കേരളത്തിന് പുറത്തുണ്ട്. പുറത്തുണ്ട്. അപ്പോൾ CPM-ഉമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം കേരളത്തിലാണുള്ളത്. അത് രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസമാണ്. അതിൻ്റെ ഇടയ്ക്ക് മതം കൊണ്ടുവന്നിട്ട് ഈ CPM എന്നുള്ളത് ലിബറലിസമാണ്, CPM എന്നുള്ള മതനിരാസമാണ്, അങ്ങനെയൊക്കെയുള്ള ചില ചർച്ചകൾ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടായിരുന്ന അത് അനാവശ്യമായ ചർച്ചയായിരുന്നു. അല്ല, അത് സത്യമാണല്ലോ ഞങ്ങൾ പറഞ്ഞത്. ഇവർ ഇപ്പോൾ ജെൻഡർ ഇക്വാലിറ്റിൻ്റെ പേരിൽ ക്യാമ്പസുകളിൽ സെക്ഷൽ ലിബറലിസം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നല്ലേ പരസ്യമായിട്ട് ഫോട്ടോ ഒക്കെ വെച്ചിട്ടല്ലേ കുട്ടികളെ ആകർഷിച്ചത്. അത് തെറ്റാണ്, ലിബറലിസം തെറ്റാണ് എന്ന് പറയേണ്ട ബാധ്യത ഞങ്ങൾക്കുണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ SFI ഇത്തവണ ദയനീയ പരാജയം നേടിയത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലൊക്കെ അടുക്കാൻ കഴിഞ്ഞു 100-ലേറെ വോട്ടുകൾക്കല്ലേ ഞങ്ങൾ ജയിച്ച പ്രാവശ്യം. ചെയർമാനും സെക്രട്ടറിയും ഒക്കെ MSF. എഞ്ചിനീയറിംഗ് കോളേജ് ഒരു കാലത്തും ഞങ്ങൾ ചെന്നെത്താൻ പറ്റാത്ത എഞ്ചിനീയറിംഗ് കോളേജുകൾ, പോളിടെക്നിക്കുകളൊക്കെ ഞങ്ങൾ തകർത്തില്ല. ആ നിലപാട് തെറ്റാണെന്ന് വിദ്യാർത്ഥി സമൂഹം തന്നെ അംഗീകരിച്ചു. അല്ല, ലീഗ് ഒരു മതസംഘടനയല്ല എന്ന് താങ്കൾ പറഞ്ഞു. മതസംഘടനയല്ല, പക്ഷെ ജനങ്ങളുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളെയും സ്പർശിക്കണ്ടേ പൊതുപ്രവർത്തനം. ലീഗ് മതസംഘടനയല്ല, ഒരു സംശയം വേണ്ട. ലീഗ് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. എല്ലാ രാഷ്ട്രീയക്കാർക്കും എല്ലാ മതവിശ്വാസികൾക്കും ലീഗിൽ അംഗത്വം കഴിയും. അല്ല, മതനിരാസം എതിർക്കപ്പെടേണ്ടതാണ്. അപ്പോൾ അതിപ്പം അതിൽ പ്രശ്നമുള്ളത് CPM-ൽ മാത്രമല്ല മതനിരാസമുള്ളത്. RMP അത് മതനിരാസത്തിൻ്റെ പാർട്ടിയാണ്, RSP മതനിരാസമാണ്. അപ്പോൾ അങ്ങനെയുള്ള പാർട്ടികളൊക്കെ UDF-ലുണ്ട്, അവരുമായി സഹകരിക്കുന്നുണ്ട്. അപ്പോൾ CPM-ഉമായിട്ട് മാത്രം ഈ മതത്തെ കൊണ്ടുവരുന്നത് എന്തിനാണ്? അല്ല, CPM ആണ് മതനിരാസം അടിച്ചേൽപ്പിക്കുന്ന ജനങ്ങളിൽ. മറ്റവരെ ചെയ്തിരുന്നില്ല. ഇപ്പോൾ കലാലയങ്ങളിലെ സിലബസുകളിൽ, കുടുംബശ്രീയിലെ പ്രവർത്തനങ്ങളിൽ, അവർ കൊടുക്കുന്ന പ്രൊജക്റ്റുകളിലൊക്കെ ഈ ലിബറലിസവും മതനിരാസവും ദൈവനിഷേധവും ഒക്കെ കൊണ്ടുവരികയാണ് ഭരണത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ച് മാർക്സിസ്റ്റ് പാർട്ടി. മറ്റവരത് ചെയ്യുന്നില്ല, അവരുടെ വിശ്വാസം അതാണ്. മതനിരാസത്തിൽ ദൈവനിഷേധികൾക്ക് വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. എല്ലാവർക്കും, എല്ലാ മതത്തിൽ വിശ്വസിക്കുന്നവർക്കും ഒരു മതത്തിലും വിശ്വസിക്കാത്തവർക്കും അവരുടെ അവകാശം വകവെച്ച് കൊടുക്കണമെന്നാണ് ലീഗ് പറയുന്നത്. അത് മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതിനാണ് ഞങ്ങൾ എതിർക്കുന്നത്. ഞങ്ങളുടെ വിശ്വാസം മറ്റാരെങ്കിലും തലക്ക് മേലെ അടിച്ചേൽപ്പിക്കുന്നുണ്ട്. ഞങ്ങൾ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോൾ ഈ ഇസ്ലാമിൻ്റെ പാഠഭാഗങ്ങൾ മറ്റു കുട്ടികളെ പഠിപ്പിക്കാറുണ്ടോ? സിലബസിൽ അത് കൊണ്ടുവരാറുണ്ടോ? ഇല്ലല്ലോ. ഇവരെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഇപ്പോൾ മതമില്ലാത്ത ജീവൻ കൊണ്ടുവന്ന് പണ്ട് മാർക്സിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരുമ്പോൾ എപ്പോഴും ഇതുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ലേ ഞങ്ങളിത് പറയുന്നത്. നമ്മുടെ വിശ്വാസം മറ്റുള്ളവരുടെ വിശ്വാസങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുമ്പോഴാണ്
അത് വർഗീയതയാകുന്നത്, അതിനെ എതിർക്കേണ്ടി വരുന്നത്. നേരെ മറിച്ച് നിങ്ങളുടെ വിശ്വാസവും ഞാൻ എൻ്റെ വിശ്വാസവുമായി പോകുമ്പോൾ ഒരു കുഴപ്പമില്ല, അത് പാരലായിട്ട് പോകാം. അതല്ലേ മതനിരപേക്ഷത എന്ന് പറയുന്നത്, അതല്ലേ ഞങ്ങളെ വിശ്വാസം ഞങ്ങളെ പഠിപ്പിക്കുന്നത്. CPM-ന്റെ അടിസ്ഥാന പ്രശ്നം എന്ന് പറയുന്നത് ഈ മതനിരാസ അടിച്ചേൽപ്പിക്കുന്നു എന്നുള്ളതാണ്. അത് ഭരണത്തിന്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അതിനാണ് ലീഗ് എതിർക്കുന്നത്. അതെ, അതുപോലെ തന്നെ ഇപ്പോഴുള്ള പ്രശ്നവും ഏറ്റവും പ്രധാനപ്പെട്ടത് CPM BJPക്ക് അടിയറ വെക്കുന്നു കേരളത്തിലെ ഭരണം, പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പ് പോലുള്ള കാര്യങ്ങൾ. അതിൻ്റെ കാരണങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്കൊക്കെ അറിയാം. ഒരു കുടുംബത്തിൻ്റെ പേരിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം എത്ര വിഭാഗത്തിൻ്റെ നടക്കുന്നുണ്ട്. ED-യുടെ ഉണ്ട്, കസ്റ്റംസിൻ്റെ ഉണ്ട്, ഇൻകം ടാക്സിൻ്റെ ഉണ്ട്, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് SFIO വന്നു. ഇതൊക്കെ നടക്കുന്നില്ലേ? ഒരു കുടുംബത്തിൻ്റെ പേരിലാണ് നടക്കുന്നത്. സ്വാഭാവികമായും ആ കുടുംബത്തിൻ്റെ മേധാവിത്വം പിടുത്തമുള്ളൊരു പാർട്ടി അടിമപ്പെട്ടു പോകുന്നു. അത് ഞങ്ങളെക്കാൾ കൂടുതൽ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നതാണ് ഞങ്ങളുടെ ഉറച്ച വിശ്വാസം. UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം ഈ പറഞ്ഞ രീതിയിലുള്ള കേന്ദ്ര ഏജൻസികളുടെ ഇടപെടൽ, ഗവർണർ ഉപയോഗിച്ചിട്ടുള്ള ഇടപെടലുകൾ, അങ്ങനെയുള്ള ഇതിനെ തടഞ്ഞു നിർത്തുക എന്നുള്ളതല്ല. ഇപ്പം പ്രധാനപ്പെട്ട ആരോപണം ലീഗ് CPM മേഖല പറയുന്നത് BJPക്ക് വഴങ്ങുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് തെളിയിച്ചു കൊടുക്കേണ്ടത് അങ്ങനെ അല്ലാതെ ഭരിക്കാൻ കഴിയും എന്ന് തെളിയിച്ചു കൊടുക്കേണ്ട ഒരു അധിക ബാധ്യത UDF-ന് വരികയല്ലേ? തീർച്ചയായിട്ടും അതിന് ഞങ്ങൾ സ്റ്റാലിൻ തെളിവാണ്, മാതൃകയാണ്. പിന്നെ മമതാ ബാനർജി മാതൃകയാണ്. ആ മാതൃകയിൽ വെച്ചിട്ട് UDF മുന്നോട്ട് പോകും. ഞങ്ങൾക്ക് ആരെയും ഭയപ്പെടേണ്ടതില്ലല്ലോ. ഞങ്ങളുടെ പിറകിൽ ഈ ഏജൻസികളൊന്നും വരേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയപ്പെടാനില്ലാത്തത് കൊണ്ടും കേസുകളില്ലാത്തത് കൊണ്ടും 45 or 50 തവണ സുപ്രീം കോടതിയിൽ മാറ്റിവെക്കേണ്ടതില്ലാത്തത് കൊണ്ടും ഞങ്ങൾക്ക് ഭയപ്പെടാനില്ല. അപ്പോൾ ആ മാതൃകയാണ് കേരളത്തിൽ വരേണ്ടത് എന്നാണ് അഭിപ്രായം. പക്ഷേ ലീഗിൻ്റെ നേതാക്കന്മാർ ഒരിക്കലും RSS-നെ BJP-യോ പേരെടുത്ത് പറഞ്ഞ് വിമർശിക്കുന്നതായിട്ട് കാണാറില്ല. അതെന്തുകൊണ്ടായിരിക്കും? അത് നിങ്ങൾ കാണാത്തത് കൊണ്ടാണ്. ഞങ്ങൾ എതിർക്കാറുണ്ടല്ലോ. ഫാസിസമാണ് ഞങ്ങളെ ഏറ്റവും വലിയ ശത്രു. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, CPM-നെ പോലും ഞങ്ങൾ എതിർക്കുന്നത് ഇപ്പോൾ അവർ RSS-നും BJP-ക്കും കീഴ്പ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പോൾ മമതയെ പോലുള്ള അല്ലെങ്കിൽ സ്റ്റാലിനെ പോലുള്ള ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടാവും എന്നാണ് കരുതുന്നത്. ഉണ്ടാവും, എന്താ സംശയം? അങ്ങനെ ഒരു നീക്കത്തിന് ലീഗിൻ്റെ പിന്തുണയും. ഫെഡറൽ ഭരണകൂടത്തിന് ആവശ്യമായ സ്വാതന്ത്ര്യവും കേന്ദ്രത്തിലെ ഭയപ്പെടാതെ നീതിപൂർവമായി ഭരണം നടത്താനുള്ള അവകാശവും ലഭിക്കണം. അതിന് ഞങ്ങൾക്ക് ആരെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയും. കോൺഗ്രസ്സിന് അത് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വാസമുണ്ട്. തീർച്ചയായിട്ടും. കോൺഗ്രസ്സിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ് മുഖ്യമന്ത്രി ആരായിരിക്കും എന്നുള്ളത്. അത് മുന്നണി തീരുമാനിച്ചായിരിക്കുമോ അങ്ങനെ ഒരു സ്ഥാനം പ്രഖ്യാപിക്കുന്നത്? കോൺഗ്രസ്സിലായിരിക്കുമോ? തീരുമാനിക്കേണ്ടതിനുള്ള ഉത്തരവാദിത്വവും അതിന് അവകാശമൊക്കെ കോൺഗ്രസ്സിന് തന്നെയാണ്. ഇപ്പോൾ ഈ MP-മാർ മത്സരിക്കുന്നതിനെ കുറിച്ചിട്ട് വളരെയധികം ചർച്ച നടക്കുന്നുണ്ട്. ഇപ്പോൾ സുധാകരൻ്റെ കാര്യം ഇന്ന് ഭയങ്കര വിഷയമായിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരു ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ചർച്ച നേരത്തെ തന്നെ നടന്നിട്ടില്ലേ? MP-മാർ മത്സരിക്കേണ്ട എന്നുള്ള ചർച്ച നേരത്തെ തന്നെ നടന്നിട്ടില്ലേ? പിന്നെ എന്തുകൊണ്ടാണ് അവസാന നിമിഷത്തിൽ ഇതുപോലൊരു കോൺട്രവേഴ്സിക്ക് വഴി തുറന്നു കൊടുക്കുന്നത്? ഇല്ല, അത് കോൺഗ്രസിൻ്റെ ആഭ്യന്തര പ്രശ്നമാണ്. ഞങ്ങൾക്കത് അറിഞ്ഞൂടാ. ഒരു മുന്നണി MP-മാർ മത്സരിക്കണോ വേണ്ടോ എന്നൊക്കെ കോൺഗ്രസ്സാണ് തീരുമാനിക്കുന്നത്. ഞങ്ങളേതായാലും MP-മാർ മത്സരിക്കുന്നില്ല. അല്ല, പലപ്പോഴും സംഭവിക്കാറുള്ളത് ഈ കോൺഗ്രസിന് അകത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ തിരഞ്ഞെടുപ്പ് വിജയത്തെ ബാധിക്കുന്ന തലത്തിലേക്ക് വരാറുണ്ട്. പലപ്പോഴും പണ്ട് കാലങ്ങളിലൊക്കെ ലീഗിൻ്റെ ഇടപെടലുകൾ പോലും ഉണ്ടായിട്ടുണ്ട്. പരസ്യമായിട്ടില്ലെങ്കിലും ലീഗിൻ്റെ ഒരു മധ്യസ്ഥം പലപ്പോഴും നടക്കാറുണ്ട്. അപ്പോൾ ഇപ്പോൾ കോൺഗ്രസ്സിൽ നടക്കുന്ന പ്രശ്നങ്ങൾ തെരഞ്ഞെടുപ്പ് വിജയത്തെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കുമെന്നോ അല്ലെങ്കിൽ ലീഗ് ഇടപെടേണ്ട ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ ഇപ്പോൾ ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. നേരത്തെ ശ്രീമതി ഇന്ദിരാജിയുടെ കാലത്ത്, രാഹുൽജിയുടെ കാലത്തൊക്കെ കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. മുസ്ലിം ലീഗ് നേതൃത്വം കോൺഗ്രസ് നേതൃത്വവുമായി രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാറുണ്ട്. ഇപ്പോഴും അത്യാവശ്യ ഘട്ടങ്ങളിൽ ചർച്ച ചെയ്യാറുണ്ട്. പക്ഷേ രാഹുൽജിയൊക്കെ കേരളത്തിൽ തന്നെയാണല്ലോ അധികവും. അവരുമായിട്ടൊക്കെ ഇപ്പോഴും വയനാട്ടിൽ വന്നപ്പോഴും കോഴിക്കോട്ട് വന്നപ്പോഴും ഒക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്യും. കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ മുസ്ലിം ലീഗ് ഇടപെടാറില്ല. അത് ആ പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണ്.
അത് മാത്രമല്ല ഇപ്പം അങ്ങനെ ഇടപെടാവുന്ന ഗുരുതരമായ പ്രശ്നങ്ങൾ കോൺഗ്രസ്സിലുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അപ്പോൾ ഇപ്പോൾ ലീഗിന് ഏറ്റവും കംഫർട്ടബിളായ നേതാവ് ആരാണ്? ഇപ്പോൾ വി ഡി സതീശനാണോ, ചെന്നിത്തലയാണോ, വേണുഗോപാലാണോ, ആരുമായിട്ടാണ് ഏറ്റവും ഒരു ഇക്വേഷൻ ശരിയായിട്ടുള്ള രീതിയിലുള്ളത്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇടപെടാൻ വഴങ്ങുന്ന നേതാവ് ഒരു നല്ല കോൺഗ്രസ്സുകാരനാണ്. കോൺഗ്രസ് ആരെയാണോ തീരുമാനിക്കുന്നത് അതല്ലേ ലീഗിന് അംഗീകരിക്കാവുന്നു. അല്ല, വി ഡി സതീശൻ പറഞ്ഞിരുന്നു സമുദായ നേതാക്കന്മാരെ തിണ്ണനിറഞ്ഞതൊന്നും വേണ്ട, ആവശ്യമില്ല, സ്വതന്ത്രമായ നിലപാടെടുക്കണം എന്നുള്ളതാണ്. അത് ഏതെങ്കിലും സമുദായത്തെ ഉദ്ദേശിച്ച് പറഞ്ഞാണോ എന്ന് ഒരു ധാരണയുണ്ടോ? ഇതൊക്കെ പണ്ട് കാലത്ത് പറയുന്ന ആരോപണങ്ങളാണ്, അതൊന്നും നിലനിൽക്കുന്നതല്ല. കഴിഞ്ഞിടയ്ക്ക് മാണി കോൺഗ്രസിനെ UDF-ലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു ചർച്ച നടന്നു എന്ന തരത്തിൽ വളരെ വലിയ വാർത്തയുണ്ടായിരുന്നു. ലീഗാണ് അതിന് നേതൃത്വം കൊടുത്തതെന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അൻവറിന്റെ വിഷയം വന്നപ്പോഴത്തേക്കിന് അൻവറിനെ UDF-ലേക്ക് എടുക്കുക, ഇത് UDF-ല് ലീഗിന്റെ ആ ഒരു റോള്, അതായത് ഒരു ബൈൻഡിങ് റോൾ ഉണ്ടല്ലോ എപ്പോഴും ലീഗിന്, അതിനെ എങ്ങനെയാണ് കാണുന്നത്? അല്ല, അത് കാലങ്ങളായിട്ട് അങ്ങനത്തെ. സത്യത്തിൽ ഇത്തരം ഒരു മുന്നണിക്ക് രൂപം കൊടുത്തത് ലീഗാണല്ലോ. 69 67 പിന്നെ സപ്തകക്ഷി മന്ത്രിസഭ പൊളിഞ്ഞപ്പോൾ CPI-നെ കൂട്ടി ഒരു മുന്നണി. അന്ന് കോൺഗ്രസ് ഇതിലില്ല. മുസ്ലിം ലീഗിൻ്റെ ബാഫക്കിത്തങ്ങളാണ് ഇതിന് നേതൃത്വം കൊടുത്തത്. അച്യുതമേനോന ഡൽഹിയിൽ നിന്ന് രാജ്യസഭാംഗമായിരുന്ന അച്യുതമേനോന കൊണ്ടുവന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിയാക്കിയതിലൊക്കെ ബാഫക്കിത്തങ്ങളെപ്പോലുള്ള മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ വലിയ റോള് വഹിച്ചിട്ടുണ്ട്. അത് പിന്നീടാണ് കോൺഗ്രസ് ഈ മുന്നണിയിലേക്ക് വന്ന് ചേരുന്നത്. അപ്പോൾ ഏതായിരുന്നാലും ആ ഒരു റോള് ലീഗ് എപ്പോഴും എടുക്കാറുണ്ട്. നമ്മളൊരു കൂട്ടായ്മയിൽ പോകുമ്പോൾ ആ കൂട്ടായ്മയെ യോജിപ്പിച്ച് കൊണ്ടുപോകാനും പരസ്പര വിശ്വാസത്തോടു കൂടി കൊണ്ടുപോകാനും നമുക്ക് ഉത്തരവാദിത്വം ഉണ്ടല്ലോ. ആ ഉത്തരവാദിത്വം ലീഗ് നിർവഹിക്കുന്നു എന്നേ ഉള്ളൂ. പിന്നെ കേരള കോൺഗ്രസിൻ്റെ കാര്യത്തിൽ ലീഗ് ഒറ്റക്കൊന്നുമല്ല. മുന്നണിയുടെ പൊതു തീരുമാനമാണ് മുന്നണിയുടെ അടിത്തറ വിപുലമാക്കുക, UDF-ൻ്റെ അഭിപ്രായങ്ങളോട് ആശയങ്ങളോട് യോജിക്കുന്ന എല്ലാവരുമായി സഹകരിക്കുക. അവർ വരാൻ തയ്യാറാണെങ്കിൽ ആ ഒരു നിലപാടാണ് ഉണ്ടായിരുന്നത്. അൻവർ വരാൻ തയ്യാറായി, നമ്മൾ അസോസിയേറ്റ് മെമ്പറാക്കി. ജാനു വന്നു, സ്വീകരിച്ചു. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് വരികയാണെങ്കിൽ സ്വീകരിക്കാൻ UDF തയ്യാറാണ് എന്ന് പറഞ്ഞു. അത്രയേ ഉള്ളൂ. അവരാണ് തീരുമാനിക്കേണ്ടത്. ചർച്ചകൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടായിരുന്നോ? ഇല്ല. വേറൊരു കാര്യമാണ്, ഇപ്പോൾ ഒരു കുടുംബത്തിനെ കുറിച്ച് പ്രത്യേകിച്ച് പറഞ്ഞു. കഴിഞ്ഞ ദിവസം നാഷണൽ ഹൈവേയുടെ ഉദ്ഘാടനത്തിന്റെ സമയത്ത് മുഹമ്മദ് റിയാസിനെ ക്ഷണിച്ചിട്ടില്ല. അതെ, PWD മിനിസ്റ്റർ ആയിരുന്നു. അദ്ദേഹത്തിനെ ക്ഷണിച്ചിട്ടില്ലാത്തതിന് മുസ്ലിം ലീഗിലെ നേതാക്കൾ ഉൾപ്പെടെ അത് ശരിയായില്ല എന്ന് പറയുകയുണ്ടായി. അദ്ദേഹത്തിന് മരുമോൻ എന്ന് വിളിച്ചിട്ടാണ് ആക്ഷേപിക്കുന്നത്. പക്ഷേ റിയാസിന് ഈ മരുമോൻ പട്ടം അല്ലാതെ അദ്ദേഹം വളരെ ചെറുപ്പകാലം തൊട്ട് പാർട്ടിയിൽ പ്രവർത്തിച്ചു വന്നൊരു വ്യക്തിയല്ലേ. അതെന്തുകൊണ്ടാണ് റെക്കഗ്നൈസ് ചെയ്യാത്തത്? എപ്പോഴും മരുമോൻ എന്നൊരു ടാഗ് മാത്രം കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? അല്ല, മരുമോനാണല്ലോ. എന്തുകൊണ്ട് മാത്രം? പഴയ SFI-കാരനാണെങ്കിൽ പോലും ഇപ്പം മരുമോനാണല്ലോ. അതുകൊണ്ടായിരിക്കും. പക്ഷേ ഞങ്ങളതല്ല പറഞ്ഞത്. ഞങ്ങൾ പറഞ്ഞത് കേരളത്തിൽ ഇത്തരം സംഭവം നടക്കുമ്പോൾ PWD മിനിസ്റ്ററെ മാറ്റി നിർത്തിയത് ശരിയല്ല, ഫെഡറൽ സംവിധാനത്തിന് എതിരാണ്, കേന്ദ്ര ഗവൺമെൻറ് ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടില്ല. അത് കേരള ഗവൺമെൻറ് ഇവിടെ ചെയ്യുന്നുണ്ട്. പല മണ്ഡലങ്ങളിലും വികസന പ്രവർത്തനങ്ങൾക്ക് MLA ക്ഷണിക്കാറില്ല, അല്ലെങ്കിൽ MLAക്ക് മതിയായ അർഹമായ പ്രാതിനിധ്യം കൊടുക്കാറില്ല. പിന്നെ പ്രതിപക്ഷം ഭരിക്കുന്ന മുനിസിപ്പാലിറ്റികളിലും പഞ്ചായത്തുകളിലൊന്നും ആ അർഹത കേരള ഗവൺമെൻറ് തരാറില്ല. അപ്പോൾ പൊട്ടനെ കുട്ടൻ ചതിച്ചാൽ കുട്ടനെ ദൈവം ചതിക്കും എന്നൊരു വരവഴി ഉണ്ടല്ലോ. പക്ഷേ ഞങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആ നിലപാട് തെറ്റാണ്, വിളിക്കണം. അതുമാത്രമല്ല, കേരളത്തിലൊരു MLA പോലും ഇല്ലാത്തൊരു പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റിനെ കൂടെ കൂട്ടുന്നത്. അങ്ങനെ കൂടെ കൂട്ടിയിട്ട് കൊണ്ട് കേരള മുഖ്യമന്ത്രി കൂടെ പോയിട്ടുണ്ട്. കൊച്ചി മെട്രോയുടെ ഉദ്ഘാടനത്തിന് നരേന്ദ്രമോദി വന്നപ്പോൾ കുമ്മനം രാജശേഖരനെ കൂടെ കൂട്ടി പിണറായിയും കുമ്മനും നരേന്ദ്രമോദിയും കൂടിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി അന്ന് എതിർപ്പ് പറയാതിരുന്നത്? ഇപ്പോൾ വിഴിഞ്ഞം ഉദ്ഘാടനത്തിന് മുഖ്യമന്ത്രിയുടെ കൂടെ രാജീവ് ചന്ദ്രശേഖരൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ പിന്നെ നമുക്ക് പറയാവുന്ന, പക്ഷെ അതിലൊന്നും പിന്നെ കേരള ഗവൺമെൻറ് വിരോധമില്ല. വിരോധം PWD മിനിസ്റ്ററെ കൂട്ടാതിരുന്നതാണ്. ഇപ്പൊ അൻവറിന്റെ കാര്യം പറഞ്ഞു. അൻവർ ആദ്യം തന്നെ ബേപ്പൂരിലെ സ്ഥാനാർത്ഥി സ്വയം പ്രഖ്യാപിച്ച് അവിടെ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അൻവറിന്റെ വിജയസാധ്യത എന്താണ്? വിജയസാധ്യത ഭൂരിപക്ഷം കിട്ടും, അതാണ് വിജയസാധ്യത. അങ്ങനെ ഒരു വിലയിരുത്തൽ ലീഗിന്? ഓ